ഹലോ കൂട്ടുകാരെ, സ്വാഗതം. മെക് പപ്പു KNK യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗാരേജ് കയറിക്കുന്ന വണ്ടി എന്ന് പറയുമ്പോൾ ലെക്സസ് 430 2003 മോഡൽ വണ്ടിയാണ്. കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞ ഗിയർ സ്ലിപ്പിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓയിൽ സ്റ്റിക്ക് വലിച്ചിട്ട് നമുക്ക് നോക്കാം ഓയിൽ എത്രത്തോളം ഉണ്ട്. ഓയിൽ കുറവുണ്ടെങ്കിലും കംപ്ലയിൻറ്റ് വരും. ഓയിലൊരു തുള്ളി പോലും അതിൻ്റെ അകത്തില്ല. കസ്റ്റമർ വണ്ടി റിക്കവറി വാനിലാണ് കൊണ്ടുവന്നത്, ഓടിച്ചല്ല കൊണ്ടുവന്നത്. ഓടിച്ച് വണ്ടി വഴിയിൽ സ്റ്റക്കായി നിന്നാണ് ഗിയർ സ്ലിപ്പിംഗ് ആയിട്ട്. അപ്പോൾ താഴെ ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഫുള്ള് ലീക്കാണ്. ക്രാങ്ക് കേസിൻ്റെ ഇവിടെ മൊത്തവും അടിച്ചിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ആ കവർ അഴിച്ച് നോക്കുമ്പോൾ അറിയാം കറക്റ്റ് എവിടെ നിന്നാണ് ഓയിൽ വരുന്നതെന്ന്. താഴെ ഫുള്ള് ഓയിൽ അടിച്ചിരിക്കുകയാണ്. എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. അതാണ് നമുക്ക് കവർ അഴിച്ച് നോക്കാം. കവർ അഴിച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം. കവറിനകത്ത് ഓയിൽ വരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലത്ത് തന്നെ ഉള്ളു. ടോർക്ക് കൺവെർട്ടറിൻ്റെ സീല് പോയി കഴിഞ്ഞാൽ വരും. കറക്റ്റ് അത് തന്നെയാണ്, അകത്തുനിന്നാണ് ഓയിൽ അടിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ഗിയർ ഇറക്കണം. അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു പൈപ്പ് ചെറുതായിട്ട് ലീക്കുണ്ട്, കൂളിങ്ങിലോട്ട് പോണ പൈപ്പ്, അതും മാറേണ്ടി വരും. അവിടെ നിന്നുണ്ട് ലീക്ക്. അടുത്ത് നമുക്ക് ഗിയർ ഇറക്കാം. കറക്റ്റ് അവിടെ നിന്ന് തന്നെയാണ് ലീക്ക്. കൺവെർട്ടറിൻ്റെ സീല് പോയിട്ട് അവിടെ നിന്നാണ് ഓയിൽ തള്ളി ഫ്ലൈവീലിൻ്റെ ഗിയറിൻ്റെ ഇടയ്ക്ക് നിന്ന് വന്നുകൊണ്ടിരുന്ന ഓയിൽ. അപ്പോൾ നമ്മൾ സീലൊക്കെ മാറ്റി കയറ്റി ഗിയർ കയറ്റി വെച്ചേക്കാം. ഇനിയിപ്പോൾ ജോയിൻറ്റും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ പരിപാടി കഴിയും. ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കസ്റ്റമർ പറഞ്ഞ ഈ ഓയിലില്ലാതെ വണ്ടി അധികം ഓടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓയിലില്ലാതെ വണ്ടി ഓടിയിട്ടുണ്ടെങ്കിൽ ഗിയറിൻ്റെ പണി ഇപ്പോൾ കഴിഞ്ഞാണ്. നമുക്ക് ഓയിലെല്ലാം ഫില്ല് ചെയ്ത് പുറത്തൊന്ന് ഓടിച്ച് നോക്കാം. ഇപ്പോൾ വണ്ടി മൂവ് ആവുന്നുണ്ട്. ഗിയറെല്ലാം കറക്റ്റ് ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഓടിച്ച് നോക്കാം വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയാണ്. കസ്റ്റമർ പറഞ്ഞ ഒരാഴ്ച മുന്നേ ഗിയർ ചേഞ്ച് ചെയ്താണ് കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി ഒരു 15 ദിവസം ഉണ്ട്. കംപ്ലൈൻ്റ് ആണെങ്കിൽ ഗിയർ മാറണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഗിയർ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കറക്റ്റ് ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. കുറച്ച് അപ്പുറത്തോട്ട് വരെ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഇവിടെ ഇത്തിരി വളവുകളൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് സ്ട്രെയിറ്റ് റോഡിലൊന്ന് ഓടിച്ച് നോക്കാം. ഒരു 100-110 കയറുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ യൂസ്ഡ് പാർട്സ് വാങ്ങിയിടുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ഗിയർ എൻജിനൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ സീലുകൾ മാക്സിമം മാറാൻ ശ്രമിക്കുക. ഈ പുറത്ത് വെയിലൊക്കെ കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ഹാർഡാകും. ഈ സീലെന്ന് പറയുമ്പോൾ റബ്ബറാണ് വരുന്നത്. ഹാർഡാകുമ്പോഴത്തേക്ക് അത് കേടാകും. പിന്നെ നമ്മളൊരു വേറൊരു വണ്ടിയിൽ കയറ്റി വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ കൂടെ പ്രഷർ തള്ളിയിട്ട് ഓയിൽ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ അതാണ് സംഭവിച്ചത്. ഒരു പ്രാവശ്യം ചെയ്യാനുള്ള പണി 2 പ്രാവശ്യമായി. ഈ യൂസ്ഡ് പാർട്സ് വാങ്ങിയ അവർ തന്നെയാണ് ഗിയർ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിനൊരു പ്രത്യേകം പൈസ അവർ വാങ്ങിക്കും ഗിയറിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ഇപ്പം കംപ്ലൈൻ്റൊക്കെ മാറി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ഒരു 110 വണ്ടി ഇപ്പോൾ കയറിയിട്ടുണ്ട്, കംപ്ലൈൻ്റ് ഒന്നും.